ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് കാണാൻ ചെയ്തോളൂ. പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാം. ഓക്കെ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് രാവിലെ എണീറ്റ് മോർണിംഗ് സർക്കിൾ കേൾക്കാനായിട്ട് വന്ന എല്ലാവർക്കും സ്വാഗതം. ഒരു നന്ദിയും കൂടെ പറയാണ്. അതുപോലെ വിംബിളിനും ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സജന മാമിനും താങ്ക്സ് പറയുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊക്കെ ജീവിതത്തിൽ കുറേ കാലം വെയിറ്റ് ചെയ്തിട്ട് ഒരു സംഭവം നമുക്ക് കിട്ടിയാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു, അതല്ലെങ്കിൽ നമ്മളൊരു പുതിയ കാറ് വാങ്ങിച്ചു. ഇങ്ങനൊരു അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ജീവിതത്തിൽ, അല്ലേ? അപ്പോൾ നമുക്ക് എന്തായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഇപ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ നമ്മളതിനൊരു സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിക്കും, ഒരു കവറൊക്കെ വാങ്ങിക്കും. എന്നിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ആദ്യത്തെ ഒരു 1-2 ദിവസമൊക്കെ അടുത്ത് ഇങ്ങനെ നോക്കും, എന്തെങ്കിലും സ്ക്രാച്ച് വീണോ, എന്തെങ്കിലും പൊടിയുണ്ടോ. അപ്പോൾ ബൈക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അൻസാർ സാറിനൊക്കെ ഒരു ഓർമ്മയുണ്ടാവും. നമ്മൾ ബൈക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റും ഒന്നിങ്ങനെ നടക്കും, ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട്. കാറാണെങ്കിലും അത് അതുപോലെ അതെ, ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കുകയൊക്കെ ചെയ്യും. ഞാൻ വേറൊരു സിറ്റുവേഷൻ കൂടെ പറയാം. നമ്മുടെ എനിക്കൊന്ന് കോവിഡ് കാലത്താണെന്ന് തോന്നുന്നു നമ്മൾ ഈ ഗെറ്റ് ടുഗദറുകൾ തുടങ്ങിയത്. നമ്മൾ പണ്ട് നമ്മളെ കൂടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച ആളുകളുമായിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. ഈ ഗ്രൂപ്പിൻ്റെ തുടക്കമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എല്ലാ ദിവസവും 1000, 2000, 3000 മെസ്സേജുകളായിരിക്കും വരുന്നത്. അങ്ങനെ എപ്പോൾ നോക്കിയാലും അതിൽ മെസ്സേജ് ആയിരിക്കും. ആരെങ്കിലുമൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലേ? അപ്പം ഇത് പിന്നീട് എന്താണ് ഇതിന് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ ആദ്യം നമുക്ക് മൊബൈലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ തുടക്കത്തിലുണ്ടായിരുന്ന കൗതുകം പതിയെ പതിയെ ഇങ്ങനെ കുറഞ്ഞു വരും. ബൈക്കാണെങ്കിലും ആദ്യമൊക്കെ നമ്മൾ ചെറിയ സ്ക്രാച്ച് വീണാൽ പോലും ഭയങ്കര ബോധേഡായിരിക്കും. പക്ഷെ പിന്നെ നമ്മൾ ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയാൽ പോലും നമ്മളത് കാര്യമാക്കില്ല. വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം അങ്ങനെ തന്നെ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. തുടക്കത്തിലുണ്ടായിരുന്ന മെസ്സേജുകളുടെ എണ്ണം പതിയെ പതിയെ ഇങ്ങനെ കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് പ്ലഷർ അല്ലെങ്കിൽ അതുപോലെ ഹാപ്പിനെസ്. ഇപ്പം മലയാളത്തിലാണെങ്കിൽ തത്തുല്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലഷറിനെ നമുക്ക് ആനന്ദം എന്നും പറയാം, ഹാപ്പിനെസ്സിന് സന്തോഷം എന്നും പറയാം. പക്ഷെ എനിക്കൊന്ന് മലയാളത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ തൽക്കാലം നമുക്ക് ക്ലാസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് നമുക്കിതിന് ആനന്ദം, പ്ലഷറിന് ആനന്ദം എന്നും ഹാപ്പിനെസ്സിന് സന്തോഷം എന്നും വിളിക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഹാപ്പിനെസ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പം അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുമ്പോൾ നമ്മളൊരു പുതിയ ഫ്രണ്ടിനെ കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ നമുക്ക് ശരീരത്തിലുണ്ടാവുന്ന ആ ഒരു അനുഭവം, അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള അനുഭവമാണ്, ഒരു എസ്കലേറ്റിംഗ് ആയിട്ടുള്ള അനുഭവമാണ്. ഈ അനുഭവത്തിനെയാണ് നമ്മൾ പൊതുവിൽ പ്ലഷർ എന്ന് വിളിക്കുന്നത്, അതല്ലെങ്കിൽ ആനന്ദം എന്ന് വിളിക്കുന്നത്. നമുക്കിതിൻ്റെ ജീവശാസ്ത്രപരമായിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. പ്ലഷർ അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്ന ഒരു ഇമോഷൻ നമ്മുടെ ശരീരത്തിലും നമ്മുടെ തലച്ചോറിലും ഉണ്ടാക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ഡോപ്പമൈൻ. ഈ ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യുന്നത് അസംഖ്യം ന്യൂറോണുകൾ കൊണ്ടാണ്. ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ആണ് നമ്മുടെ തലച്ചോറിനകത്തുള്ളത്. ഈ ന്യൂറോൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമുക്ക് ഇമോഷൻസ് ഉണ്ടാവുന്നത്, ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. ഈ ന്യൂറോണുകൾ തമ്മിൽ എല്ലാ ന്യൂറോണുകൾ തമ്മിലും ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനെ നമ്മൾ സിനാപ്റ്റിക് ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. ഈ ഗ്യാപ്പുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാനായിട്ട് ആവശ്യമായ കെമിക്കലിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ടാണ് ന്യൂറോണിനകത്ത് കൂടെ നമ്മുടെ സിഗ്നൽസ് പോകുന്നത്. പക്ഷേ ഒരു ന്യൂറോണിൻ്റെ അറ്റത്ത് നിന്നും അടുത്ത ന്യൂറോണിൻ്റെ അറ്റത്തേക്ക് ഈ സിഗ്നലിന് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്മിറ്ററിൻ്റെ ആവശ്യമുണ്ട്. അതിനാവശ്യമായ കെമിക്കലിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വിളിക്കുന്നത്. ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലഷർ എന്ന് പറയുന്ന അനുഭവം ഉണ്ടാവുന്ന സമയത്ത് റിലീസ് ആവുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഹോർമോണിനാണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ഈ ഡോപ്പമൈനാണ് നമ്മുടെ മോട്ടിവേഷന്, നമ്മളെ ശരീരത്തിൽ മനസ്സിൽ മോട്ടിവേഷൻ ഉണ്ടാക്കുന്നത്. ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഹോർമോൺ എന്ന് പറയുന്നത് ഡോപ്പമൈനാണ്. നമ്മുടെ ബ്രെയിനിനകത്ത് റിവാർഡ് സെൻറ്ററിൻ്റെ ഒരു മെയിൻ കൺട്രോൾ അല്ലെങ്കിൽ മെയിൻ എന്ന് പറയുന്നത് ഈ ഡോപ്പമൈനാണ്. റിവാർഡ് സെൻറ്ററുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം
കുട്ടികളോട് നമ്മൾ ഒരു കാര്യം ഇപ്പം ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈലിൽ വീഡിയോ കാണിച്ചു കൊടുക്കില്ലേ? അത് നമ്മൾ അവരെ അത് വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കാനായിട്ട് നമ്മൾ പറയും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മൊബൈൽ തരാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് തരാം. അപ്പോൾ അതിനെയാണ് നമ്മൾ റിവാർഡ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ബ്രെയിനിനകത്ത് ഒരു ആക്ടിവിറ്റിയെ അല്ലെങ്കിൽ ഒരു ടാസ്കിനെ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ റിവാർഡ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിവാർഡ് സെന്ററുകൾ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് ഡോപ്പമൈൻ ആണ്. ഡോപ്പമൈൻ ഉണ്ടെങ്കിലേ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവും, അതുപോലെ പ്ലഷർ ഉണ്ടാവുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഡോപ്പമൈൻ വളരെ നല്ലൊരു കാര്യമാണ്. സത്യത്തിൽ ഒരു വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. ഈ ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഒരു എക്സൈറ്റിംഗ് സ്വഭാവമുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതായത് ഒരു ന്യൂറോൺ ഒന്ന് മനസ്സിലിങ്ങനെ കണ്ടാൽ മതി. ഒരു ന്യൂറോൺ ഉണ്ട്, അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അടുത്ത ന്യൂറോൺ ഉണ്ട്. ഈ ആദ്യത്തെ ന്യൂറോൺ ഈ ഡോപ്പമൈനെ റിലീസ് ചെയ്യുന്നു. രണ്ടാമത്തെ ന്യൂറോൺ, അതിനെ നമ്മൾ റിസപ്റ്റർ എന്ന് വിളിക്കും, ഈ റിലീസ് ചെയ്ത ഡോപ്പമൈനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഇമോഷൻസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പ്ലഷർ ഉണ്ടാവുന്നത്. പക്ഷെ ഇതിന് ഒരു എക്സൈറ്റിംഗ് സ്വഭാവം ഉള്ളത് കാരണം തന്നെ ഈ റിലീസ് ചെയ്യാനായിട്ടും ഇതിനെ റിസീവ് ചെയ്യാനായിട്ടും ഒരുപാട് എനർജിയുടെ ആവശ്യമുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സിൽ ബ്രെയിനിന് ഒരുപാട് എനർജി യൂസ് ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ഈ എനർജി കുറയ്ക്കാനായിട്ട് ബ്രെയിൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡൗൺ റെഗുലേഷൻ എന്ന് പറയും. അതായത് നമ്മൾ എത്രത്തോളം ഡോപ്പമിൻ്റെ അളവ് കൂടുതലായിട്ട് ഉണ്ടാവുന്നതിനനുസരിച്ച് ഈ റിസീവ് ചെയ്യുന്ന ന്യൂറോൺസിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരും, റിസപ്റ്ററിൻ്റെ എണ്ണം കുറയ്ക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഈ എനർജി റെഗുലേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ കുറേ ഡോപ്പമൈൻ റിലീസായി ഇത്രയും ഡോപ്പമൈനെ ഈ മറ്റു ന്യൂറോൺസ് എല്ലാം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസീവ് ചെയ്യുന്ന ന്യൂറോൺസ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ ക്ഷീണിച്ചു പോകും. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇതിനെ നമ്പർ ഓഫ് ഈ റിസീവ് ചെയ്യുന്ന ന്യൂറോൺസിൻ്റെ എണ്ണം കുറക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം തുടക്കത്തിൽ ഇപ്പം ഒരു ഉദാഹരണം എടുത്താൽ 10 ഡോപ്പമൈൻ റിലീസായി, 10 ഡോപ്പമൈനും റിസീവ് ചെയ്തു. പക്ഷെ പതിയെ 10 റിലീസ് ചെയ്താലും 7 8 അല്ലെങ്കിൽ 6 റിസീവ് ചെയ്യുള്ളൂ, ഈ ഡൗൺ റെഗുലേഷൻ കാരണം. അപ്പം അത് കാരണം എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, നമുക്ക് പ്ലഷർ കിട്ടിയ ഒരു ആക്ടിവിറ്റി, അത്രയും തന്നെ പ്ലഷർ കിട്ടണമെങ്കിൽ നമുക്ക് ആ ആക്ടിവിറ്റി ചെയ്താൽ പോരാ, അതിൽ കൂടുതൽ ആക്ടിവിറ്റി ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആദ്യമായിട്ടാണ് നമ്മൾ ബിരിയാണി കഴിക്കുന്നത് വിചാരിക്കുക. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ബിരിയാണി കഴിച്ചു, നമുക്ക് നല്ല സന്തോഷം ഉണ്ടായി, പ്ലഷർ ഉണ്ടായി. പക്ഷേ ഒരു 3-4 ദിവസം ചിലപ്പോൾ ഈ സന്തോഷം നിലനിൽക്കും. പിന്നീട് നമുക്ക് ആദ്യത്തിലുണ്ടായ ആ ഒരു എക്സൈറ്റ്മെൻറ്റും പ്ലഷറും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബിരിയാണി മാത്രം മതിയാവില്ല, അതിൻ്റെ കൂടെ ഐസ്ക്രീം കഴിക്കേണ്ടി വരും. പിന്നെ നമുക്ക് ബിരിയാണിയും ഐസ്ക്രീം കഴിച്ചാലും ഈ ഒരു അനുഭവം ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഡൗൺ റെഗുലേഷൻ കാരണം ഡോപ്പമൈൻ്റെ റിസപ്ഷൻ്റെ എണ്ണം കുറയുകയും കൂടുതൽ ഡോപ്പമൈൻ റിലീസ് ചെയ്താലേ മുമ്പുണ്ടായിരുന്ന അതേ അനുഭവം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലെത്തും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മളൊരു പുതിയ കാര്യം നേടിയാൽ, നമുക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പതിയെ കുറഞ്ഞു വരുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡോപ്പമൈൻ്റെ അളവ് കൂടുതൽ വേണ്ടി വരും നമുക്ക് മുമ്പുണ്ടായിരുന്ന അതേ അനുഭവം ഉണ്ടാവാനായിട്ട്. ഇപ്പം മദ്യപാനികളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അവർ തുടക്കത്തിൽ മദ്യം കുറച്ച് കഴിച്ചാൽ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു അനുഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ മദ്യത്തിൻ്റെ അളവ് കൂട്ടി വരണം. ഇത് പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ന്യൂറോൺസും അതുപോലെ ഈ പ്ലഷർ ഉണ്ടാക്കുന്ന ആ ഒരു മെക്കാനിസം, ഈ നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണോ ഡോപ്പമൈനെ റിലീസ് ചെയ്യുന്നത്, ആ ആക്ടിവിറ്റിയിൽ ഒരു ഹൈജാക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് മദ്യം കഴിക്കുന്ന ഒരാൾക്ക് പിന്നീട് മദ്യം കഴിച്ചാലേ പ്ലഷർ ഉണ്ടാവൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരും. ആ ഒരു അവസ്ഥയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, പ്ലഷർ എന്ന് പറയുന്ന ഒരു ഇമോഷൻ നമുക്ക് ഉണ്ടാക്കുന്നത് ഡോപ്പമൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, അതല്ലെങ്കിൽ ഒരു ഹോർമോൺ ആണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു എക്സൈറ്റിംഗ് സ്വഭാവമുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പം ഇതിൻ്റെ എക്സൈറ്റിംഗ് സ്വഭാവം കാരണം തന്നെ
ഇത് ഒരുപാട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിസീവ് ചെയ്യാനുള്ള ഒരു എനർജി ബ്രെയിനിൽ ഇല്ലാത്തത് കൊണ്ട് ഇതിനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യും. അപ്പൊ മുമ്പുണ്ടായിരുന്ന അതേ അനുഭവം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, മുമ്പുണ്ടായിരുന്ന അതേ പ്ലഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ മുമ്പ് ചെയ്തിരുന്ന ആക്ടിവിറ്റിയിൽ കൂടുതൽ ആക്ടിവിറ്റി ചെയ്യേണ്ടി വരും. പിന്നീട് നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്താലേ പ്ലഷർ ഉണ്ടാവൂ എന്നുള്ളൊരവസ്ഥയിലെത്തും. അതിനെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് പ്ലഷറിന്റെ ഒരു മെക്കാനിസം. ഇങ്ങനെയാണ് പ്ലഷർ നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്. ഇനി ഡോപ്പമൈനെ പോലെ തന്നെ ഉള്ള മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്. ഈ ഡോപ്പമൈൻ്റെ ഒരു ബേസിക് നേച്ചർ എങ്ങനെയെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, എക്സൈറ്റിംഗ് ആണ്. അതായത് ഇത് കൊള്ളാം, ഓക്കെ, ഇറ്റ് ഈസ് ഗുഡ്, നീഡ് മോർ എന്നുള്ളതാണ്. ഇത് കൊള്ളാം, ഇനിയും പോരട്ടെ എന്നായിരിക്കും റിസീവ് ചെയ്യുന്ന ന്യൂറോൺസ് ഒക്കെ പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ഡോപ്പമൈൻ റിലീസ് ചെയ്യാനായിട്ട് തോന്നുന്നത്, പ്ലഷർ ആക്ടിവിറ്റിയിൽ വീണ്ടും വീണ്ടും ഏർപ്പെടാനായിട്ട് തോന്നുന്നത്. അതേസമയം സെറോട്ടോണിൻ എന്ന് പറയുന്നത് ഒരു ഇൻഹിബിറ്ററി സ്വഭാവമുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു ഹോർമോണാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കൊള്ളാം, ഇത് മതി, അങ്ങനെയാണ് അതിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്, അതിന്റെ നേച്ചർ. നമുക്കൊരു കണ്ടെയ്ൻമെന്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. മലയാളത്തിൽ നമ്മൾ സംതൃപ്തി എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം ചെയ്താൽ നമുക്ക് സന്തോഷമുണ്ട്, പക്ഷേ അത് മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. അങ്ങനെയാണ് ഈ സെറോട്ടോണിൻ. അതൊരു കാം ആയിട്ടുള്ള, ക്വയറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ക്യൂ, അതായത് ഈ നിലവിലെ സ്റ്റാറ്റസ് എന്താണോ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി എന്ന് ആണ് സെറോട്ടോണിൻ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇൻഹിബിറ്ററി സ്വഭാവം കാരണം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എനർജിയുടെ പ്രശ്നങ്ങളൊന്നും ഇതിന് വരുന്നില്ല. പിന്നെ ഒരിക്കലും നമുക്ക് സെറോട്ടോണിനോട് അഡിക്ഷൻ തോന്നുന്നില്ല. ഈ സെറോട്ടോണിനാണ് നമ്മുടെ നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്ന ഇമോഷൻ ഉണ്ടാക്കുന്നത്. സെറോട്ടോണിൻ കൂടുന്നതോടും നമുക്ക് സന്തോഷവും കൂടും. ഈ സെറോട്ടോണിൻ ഡോപ്പമിൻ ഉണ്ടാക്കുന്നത് നമുക്ക് എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്താൽ ഡോപ്പമിൻ ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഡോപ്പമിൻ ഉണ്ടാക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആരെങ്കിലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താൽ നമ്മുടെ ഡോപ്പമിൻ റിലീസ് ആവും. അതേസമയം സെറോട്ടോണിൻ റിലീസ് ആവാൻ എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് പറ്റില്ല. ഇന്റേണൽ ആയിട്ട് നമ്മൾ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ ചെയ്യുമ്പോഴാണ് സെറോട്ടോണിൻ റിലീസ് ആവുന്നത്. ഉദാഹരണത്തിന് ഒരു പുതിയ ഹോബി സ്റ്റാർട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ നമ്മളൊരു പുതിയ സൗഹൃദം സ്ഥാപിക്കുന്നു, നമ്മളൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നു, അത് അല്ലെങ്കിൽ നമ്മൾ ഒരാളെ സഹായിക്കുന്നു. ഇങ്ങനെയുള്ളതെല്ലാം ഒരിക്കലും നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള അനുഭവം തരുന്നില്ല. നമുക്ക് ശരീരത്തിൽ അത് കാണാൻ പറ്റില്ല. അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സെറോട്ടോണിൻ റിലീസ് ചെയ്യുന്നത് എപ്പോഴും ലൈഫിൽ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സെറോട്ടോണിൻ ഉണ്ടാവുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിൽ വരും വരായികളെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മൾ ഒരു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇപ്പം നമ്മൾ പറയാറില്ലേ, ഈ കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടികളൊക്കെ ബൈക്കൊക്കെ എടുത്ത് 150-200 കിലോമീറ്ററിൽ ട്രാവൽ ചെയ്യുന്നു, റോട്ടിൽ കൂടെ പോകുന്നത് കാണാന്ന് പറയും. അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് വളർച്ചയെത്തിയിട്ടില്ല. അപ്പൊ അവർക്ക് വരും വരായികളെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവായിട്ടില്ല. അതേസമയം അതേ വ്യക്തി തന്നെ പിന്നീട് 25 വയസ്സൊക്കെ ആയി മെച്യൂർ ആയി കഴിഞ്ഞാൽ മുമ്പ് എങ്ങനെയായിരുന്നോ അങ്ങനെ ആയിരിക്കില്ല. കാരണം വരും വരായികളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ വർക്ക് ഇത് നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറോട്ടോണിൻ അത്യാവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമുക്കൊട്ടും മനസ്സിനൊരു സമാധാനം ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവില്ല എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. കാരണം പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ സെറോട്ടോണിൻ റിലീസ് ആവാത്തത് കാരണം തന്നെ കാര്യം കൊണ്ട് തന്നെ. അപ്പൊ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ നന്നായിട്ട് അതിന്റെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറോട്ടോണിൻ അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, സെറോട്ടോണിൻ എന്ന് പറയുന്നത് ഡോപ്പമൈൻ പോലെയല്ല, അതൊരു എക്സൈറ്ററി സ്വഭാവമല്ല, അതിനൊരു ഇൻഹിബിറ്ററി സ്വഭാവമാണ്. ഇത് കൊള്ളാം, പക്ഷെ ഇത് മതി എന്നുള്ളതാണ് അതിന്റെ ഒരു നേച്ചർ, അതിന്റെ ബിഹേവിയർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അതിനോട് അഡിക്ഷൻ തോന്നില്ല. ഇപ്പം നമ്മളൊക്കെ ഈ റോഡിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളിപ്പം ഒരു ഉദാഹരണത്തിന് നമ്മളൊരു ടാറ്റ മാരുതിയുടെ കാറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കുറച്ചും കൂടെ കൂടിയ കാറ് ഉപയോഗിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ തോന്നില്ലേ അയാൾക്ക് നമ്മളെക്കാൾ സന്തോഷം ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ സത്യത്തിൽ അത് അങ്ങനെയല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരാളുടെ ജീവിത നിലവാരം
അല്ലെങ്കിൽ അയാളുടെ സാമ്പത്തികം കൂടുന്നതിനനുസരിച്ച് അയാളുടെ സന്തോഷത്തിന്റെ ബേസ് എന്ന് പറയുന്നത് അതിനനുസരിച്ച് മാറ്റം വരും എന്നുള്ളതാണ്. നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഒരു ബേസ് ആയിട്ടുള്ള ഒരു സന്തോഷത്തിലേക്ക്, ഒരു ഹാപ്പിനെസ്സിലേക്ക് തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിലൊരാൾ മരണപ്പെട്ടാൽ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് സങ്കടം ഉണ്ടാവും. പക്ഷെ നമ്മൾ പിന്നീട് ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നോ അതിലേക്ക് തിരിച്ചു വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ആഹ്ലാദം, നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലഷർ എന്ന് പറയുന്നതും. അതും കുറച്ച് സമയം നിലനിൽക്കുള്ളൂ, തിരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് തിരിച്ചു വരും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഹാപ്പിനെസിന്റെ ബേസ് എന്ന് പറയുന്നത്. മുമ്പ് അയാൾക്ക് 10,000 രൂപ കൊണ്ട് കിട്ടിയിരുന്ന പ്ലഷർ എന്ന് പറയുന്നത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പം 1,00,000 രൂപ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നല്ല റിച്ച് ആയിട്ടുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും അവര് നമ്മളെക്കാൾ ഹാപ്പിയാണ് ജീവിതത്തിൽ. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതാണ്. കാരണം അവരുടെയും ഒരു മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരാളുടെയും ഹാപ്പിനെസിന്റെ ബേസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ആയിരിക്കും. അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ആക്ടിവിറ്റീസ് ആയിരിക്കില്ല നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഒരു നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ ഹാപ്പിനെസ്സും അതുപോലെ പ്ലഷറും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം. ഇനി ഇതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡോപ്പമൈൻ്റെ റിലീസ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് സെറോട്ടോണിനെ സപ്രസ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ പ്ലഷർ കിട്ടാനായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ മദ്യം ഉപയോഗിക്കുക, ഡ്രഗ്സ് ഉപയോഗിക്കുക, പ്രത്യേകിച്ചും എക്സ്റ്റേണൽ സബ്സ്റ്റൻസസ് ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സെറോട്ടോണിൻ ലെവൽ പതിയെ കുറഞ്ഞു വരും. സ്വാഭാവികമായിട്ടും നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും, ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാതാവും. അപ്പൊ എപ്പോഴും നമ്മൾ വേണ്ടത് ഈ പറയുന്ന ഡോപ്പമൈൻ്റെയും സെറോട്ടോണിൻ്റെയും ഒരു ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. എന്നാൽ അതിൽ തന്നെയും സെറോട്ടോണിൻ ആണ് നമുക്ക് കൂടുതൽ സീക്ക് ചെയ്യേണ്ട ഹോർമോൺ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. മാം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. സജന മാം, ഓക്കെ. ചെയ്യാം സർ, സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ സ്ക്രീൻ? അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പ്ലഷർ എന്ന് പറയുന്ന അനുഭവം നമുക്ക് ഉണ്ടാക്കുന്നത് ഡോപ്പമൈനും, ഹാപ്പിനെസ് എന്ന് പറയുന്ന അനുഭവം ഉണ്ടാക്കുന്നത് സെറോട്ടോണിനാണ്. ഡോപ്പമൈൻ ഒരു അഡിക്റ്റീവ് നേച്ചറുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഡോപ്പമൈൻ്റെ ഒരു ഉപയോഗം അല്ലെങ്കിൽ ഡോപ്പമൈൻ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ആക്ടിവിറ്റിയിൽ നിന്നാണോ നമുക്ക് ഡോപ്പമൈൻ കിട്ടുന്നത് ആ ആക്ടിവിറ്റിയുടെ ഒരു അഡിക്ഷൻ ഉണ്ടാവും. അതില്ലെങ്കിൽ പിന്നീട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലെത്തും. അതേസമയം സെറോട്ടോണിനിൽ നമുക്ക് ഒരിക്കലും അഡിക്ഷൻ ഉണ്ടാവില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഹോബി അല്ലെങ്കിൽ പഠിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, നല്ല നല്ല റിലേഷൻസ് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലെങ്കിലും നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് ഇതാണ് കൂടുതൽ നമ്മളെ സഹായിക്കാന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത് പ്ലഷർ എപ്പോഴും ഷോർട്ട് ടേം ആണ്. ഉദാഹരണം, ഒരു എൻജോയ് എ പീസ് ഓഫ് കേക്ക്. നമ്മളൊരു കേക്ക് കഴിക്കുമ്പം നമുക്ക് ആ കഴിക്കുന്ന സമയത്ത് ഒരു എക്സൈറ്റ്മെന്റും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുമെങ്കിലും അത് പിന്നീട് നമ്മളത് മറന്നുപോകും. അതേസമയം സെറോട്ടോണിൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ള റിസൾട്ട് തരുന്ന കാര്യമാണ്. ഒരു കണ്ടെയ്ൻമെന്റ്, അതായത് സംതൃപ്തി. ഈ സംതൃപ്തി എന്ന് പറയുന്നത് നമുക്ക് കുറെ കാലം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പ്ലഷർ എപ്പോഴും വിസറൽ ആണ്. നമുക്ക് ബോഡിയിൽ ഇത് കാണാൻ പറ്റും. നമ്മുടെ ബ്രീത്തിങ് സ്പീഡാവും, ഹാർട്ട് ബീറ്റ് കൂടും, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡിയിൽ. അതേസമയം ഒരു സമാധാനം, സന്തോഷം എന്നൊക്കെ പറയുന്ന ഹാപ്പിനെസ് ഒരിക്കലും നമുക്ക് ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഈ പ്ലഷർ എന്ന് പറയുന്നത് ഇൻസ്പയേഴ്സ് ടേക്കിംഗ് ആണ്. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് പ്ലഷർ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് എപ്പോഴും നമുക്ക് എനിക്ക് വേണം എന്നാണ് അങ്ങനെ ഒരു അനുഭവമായിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ മദ്യം കഴിക്കുന്നവരാണെങ്കിലും സിനിമ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു വാഹനം വാങ്ങിക്കുമ്പം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുമ്പം, അങ്ങനെ പ്ലഷർ എന്ന് പറയുന്ന അനുഭവം ഉണ്ടാക്കുന്ന ഏത് ആക്ടിവിറ്റി ആണെങ്കിലും നമുക്ക് എപ്പോഴും എനിക്ക് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക.
അതേസമയം ഹാപ്പിനെസ് അങ്ങനെയല്ല, അത് നമ്മൾ ഷെയർ ചെയ്യും മറ്റുള്ളവരുമായിട്ട്. അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്ന അനുഭവം ഉണ്ടാവുന്നത്. പ്ലഷർ എപ്പോഴും നമുക്ക് ടിപ്പിക്കലി എക്സ്പീരിയൻസ്ഡ് എലോൺ എന്നാണ്. നമുക്ക് മാത്രമേ ആ ഒരു ഫീല് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഒരേ ആക്ടിവിറ്റി 2-3 പേര് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് നല്ല സന്തോഷവും അല്ലെങ്കിൽ നല്ല ആനന്ദം ഉണ്ടായിട്ടുണ്ടാവും, മറ്റയാൾക്ക് ചിലപ്പോൾ അത്ര ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് നമ്മുടെ ആ ഒരു പ്ലഷർ എന്ന് പറയുന്ന അനുഭവം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് മാത്രം തോന്നുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ഹാപ്പിനെസ് അങ്ങനെയല്ല, അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പം നമ്മുടെ സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സന്തോഷം എന്താണെന്ന് ആൾക്ക് മനസ്സിലാവും, നമ്മൾ സംസാരിക്കുന്ന വ്യക്തിക്ക്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്ലഷർ എന്ന് പറയുന്നത് ദിസ് ഫീൽസ് ഗുഡ്, ഐ വാണ്ട് മോർ, ഇത് കൊള്ളാം, ഇനിയും പോരട്ടെ എന്നുള്ള ഒരു അനുഭവം ഉണ്ടാവുക. അതേസമയം ഹാപ്പിനെസ് അങ്ങനെയല്ല, ഇത് കൊള്ളാം പക്ഷെ ഇത് മതി, അതിനാണ് നമ്മൾ കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് സംതൃപ്തിയായി, ഇതിൽ കൂടുതലും വേണ്ട കുറച്ചും വേണ്ട, അങ്ങനെയാണ് ഹാപ്പിനെസ് എന്ന് പറയുന്ന അനുഭവം. ഒരുപാട് പ്ലഷർ ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നീട് അഡിക്ഷൻ ആയിട്ട് മാറും. ആ ആക്ടിവിറ്റിയോട് നമുക്കൊരു അഡിക്ഷൻ വരും. സെറോട്ടോണിൻ കുറഞ്ഞു കഴിഞ്ഞാൽ, ഹാപ്പിനെസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഡിപ്രഷനിലേക്ക് പോകും എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു വ്യക്തിയിൽ നമുക്ക് ഒരു നല്ല അനുഭവങ്ങൾ തരുന്ന, അതല്ലെങ്കിൽ നമുക്കൊരു കംഫർട്ട് തരുന്ന കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതെ, ഷോർട്ട് ടേം ആയിട്ട് കിട്ടുന്ന സന്തോഷങ്ങൾ. ഇപ്പം അതിൽ ഈ കൗൺസിലിംഗ് ചെയ്യുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ ആൾക്കെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, എന്തിൻ്റെ കുറവാണ്, ഞാൻ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാറുണ്ട്, ആൾക്ക് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്, അല്ലേ, എല്ലാത്തിനും എൻ്റെ ക്രെഡിറ്റ് കാർഡിന് കൈ കൊടുത്തിരിക്കുകയാണ്, പക്ഷെ എന്നിട്ടും ആൾക്കൊരു സന്തോഷമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് കിട്ടുന്നത് പ്ലഷറാണ്, ഹാപ്പിനെസ് അല്ല. അത് ആ ഒരു നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്, അത് ലോങ് ടേം ആയിട്ട് നിലനിൽക്കില്ല. ഇതുപോലെ തന്നെ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതാണ്, സൂയിസൈഡ് വാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കില്ല, ആള് ഭയങ്കര റിച്ച് ആണ്, കാറുണ്ട്, വലിയ വീടുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, നല്ല വസ്ത്രമുണ്ട്, ഫെയിം ഉണ്ട്, എല്ലാം ഉണ്ട്, പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ്, അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം പ്ലഷറാണ്. അത് പിന്നീട് അത് അഡിക്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും, ആൾക്ക് ഹാപ്പിനെസ് ഒരിക്കലും കിട്ടുന്നില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ ഉള്ള ഒരു വ്യക്തിക്ക് നമുക്ക് ചില ആളുകൾ പറയില്ല, ഡിപ്രഷൻ എന്ന് പറയുമ്പം അതൊന്ന് പുറത്തു പോയി വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു സിനിമക്ക് പോയാൽ മതി, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ മതി, ഡിപ്രഷൻ മാറിക്കോളും എന്നൊക്കെ പറയും. പക്ഷെ അത് സത്യമല്ല. കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നത് ഡോപ്പമൈൻ ആണ്. അതുകൊണ്ട് ഡിപ്രഷൻ മാറില്ല. ഡിപ്രഷൻ മാറണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ സെറോട്ടോണിൻ തന്നെ റിലീസ് ആവണം. അപ്പം അത്തരം ആളുകൾ ചെയ്യേണ്ടത് എന്താണ്, അവരൊരു ഗോൾ സെറ്റ് ചെയ്യുക, മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക, അവരുടെ തന്നെ മനസ്സിന് സന്തോഷം കിട്ടുന്ന, പുറമേയുള്ള സന്തോഷമല്ല, ഉള്ളിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. അപ്പം ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ്. നമ്മൾ മലയാളത്തിലാണെങ്കിൽ നമ്മൾ സന്തോഷം, ആഹ്ലാദം, അതുപോലെ ആനന്ദം എന്നൊക്കെ പറയും. ഇംഗ്ലീഷിൽ പ്ലഷർ, ഹാപ്പിനെസ് എന്ന് പറയും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്ലഷറും ഹാപ്പിനെസ്സും നമുക്ക് തീർച്ചയായിട്ടും വേണം. അതേസമയം നമ്മൾ എപ്പോഴും കൂടുതൽ വേണം എന്ന് ആഗ്രഹിക്കേണ്ടത് പ്ലഷർ അല്ലെങ്കിൽ ഡോപ്പമൈൻ അല്ല. നമ്മൾ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കേണ്ടത് സെറോട്ടോണിൻ ആണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് അതാണ് നമ്മളെ സഹായിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളൊക്കെ നന്നാക്കാനായിട്ട് ഒരുപാട് ഗിഫ്റ്റ് ചെയ്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് പൈസ കൊടുത്തത് കൊണ്ടോ, ഭക്ഷണം വാങ്ങിച്ചത് കൊടുത്തുകൊണ്ടോ, വസ്ത്രം വാങ്ങിച്ചത് കൊടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ കുറെ ട്രിപ്പ് പോവുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ ഒരിക്കലും ഹാപ്പിനെസ് കിട്ടില്ല, പ്ലഷറേ കിട്ടുള്ളൂ. റിലേഷൻസ് നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുമായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക, അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുമിച്ച് ഗോളുകൾ സെറ്റ് ചെയ്യുക, ഒരേ കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഹാപ്പിനെസ് ഉണ്ടാവുന്നതും ബന്ധങ്ങൾ നന്നാവുന്നതും. അപ്പൊ ഇത്രയും സമയം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. താങ്ക് യു. താങ്ക് യു സാർ. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതേ,
നമ്മളെ ആദ്യമായിട്ടൊരു ലവ് അഫെയറിലേക്ക് ഒരു കുട്ടി വീഴണമെന്ന് വിചാരിക്കുക. അപ്പൊ ആ കുട്ടിക്ക് നല്ല ഡോപ്പമൈനാണ് ഇങ്ങനെ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരവസ്ഥയിൽ നിന്ന് അതിനെ എങ്ങനെയാണ് അപ്പൊ സെറോട്ടോണിലേക്ക് മാറ്റേണ്ടത് ആ കുട്ടിയെ? നമുക്ക് പുതിയ ഒരു നമ്മൾ കുറേ നാൾ ആഗ്രഹിക്കുന്ന, ഇപ്പം ഈ പറഞ്ഞ ലവ് അഫെയർ ആണെങ്കിൽ നമ്മൾ കുറേ നാൾ ഇതിനെ പറ്റി ചിന്തിച്ചിട്ടാണല്ലോ അത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിന് പുറകെ നടന്നിട്ടാണല്ലോ, അങ്ങനെ തന്നെ പറയാലോ. അതുകൊണ്ടാണ് നമുക്ക് ഡോപ്പമൈൻ റിലീസ് ആവുന്നത്, അല്ലേ? അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് പിന്നീട് ഒരിക്കലും കിട്ടില്ല. നമ്മൾ പൊതുവിൽ കേൾക്കുന്ന കംപ്ലൈന്റുകളാണ്, അല്ലേ? വിവാഹത്തിന്റെ തുടക്കത്തിൽ അവർ തമ്മിൽ നല്ല ബന്ധമായിരുന്നു, കാരണം ഇവരെന്ത് ചെയ്താലും എക്സൈറ്റിംഗ് ആവുകയാണ്. അപ്പൊ അവർക്കിടയിൽ ഉണ്ടാവുന്നത് പ്ലഷറാണ്, ഹാപ്പിനെസ് അല്ല. ഇപ്പം 1ാം വിവാഹ വാർഷികത്തിന് ഒരു റിങ് വാങ്ങിച്ചു കൊടുത്തു, ഭയങ്കര സന്തോഷമായിരിക്കും. 2nd ആനിവേഴ്സറിക്ക് കൊടുത്താൽ കുറച്ചും കൂടെ സന്തോഷം ഉണ്ടാവും, പക്ഷെ കുറച്ച് കുറയും. 3rd ആനിവേഴ്സറിക്ക് തന്നെ റിപ്പീറ്റ് ചെയ്താൽ വീണ്ടും കുറയും. ഇത് ഒരു നോർമൽ ആയിട്ടുള്ള സംഗതിയായിട്ട് മാറും. അപ്പൊ ചെയ്യേണ്ടത് മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഈ പറഞ്ഞ അഫെയർ ആണെങ്കിൽ രണ്ടുപേർക്കും ഭാവിയിൽ, ഞാൻ പറഞ്ഞില്ലേ, പ്രോഫോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത് നമ്മുടെ വരും വരായികകളെ കുറിച്ച് ചിന്തിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ രണ്ടുപേർക്കും എന്തായാലും ഓരോ ഗോളുകൾ ഉണ്ടാവുമല്ലോ, അല്ലെ? രണ്ട് വ്യക്തികളല്ലേ. ചിലപ്പോൾ ഒരാൾക്ക് ഇനിയും തുടർന്ന് പഠിക്കണം എന്നായിരിക്കും ആഗ്രഹം, മറ്റേ ആൾക്ക് ബിസിനസ് ചെയ്യണം എന്നായിരിക്കും ആഗ്രഹം. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഉണ്ടാകുന്നത് പ്ലഷർ അല്ല, ഹാപ്പിനെസ് ആണ്. അതുപോലെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെയാണോ ഇവർക്ക് നല്ലത് വരിക, അത്തരം കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതേസമയം സിനിമക്ക് പോവുക, ഐസ്ക്രീം കഴിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് ട്രിപ്പ് പോവുക, ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ആ പ്ലഷറിൽ അങ്ങനെ കിടന്ന് സ്റ്റക്ക് ആവുന്നത്. അപ്പോഴാണ് പിന്നീട് ഇത് കിട്ടാതെ വരുമ്പം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പണ്ട് നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പം ആ സ്നേഹമില്ല എന്ന് പറയുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സയൻസ് എന്ന് പറയുന്ന ഇതാണ്. പണ്ട് ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്കത് അനുഭവപ്പെടുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ മുമ്പ് റിലീസായി അത്രയും ഡോപ്പമിൻ ഇപ്പോഴും റിലീസ് ആവുന്നുണ്ട്, പക്ഷെ ഇത് റിസീവ് ചെയ്യുന്നില്ല. നമ്മുടെ ബ്രെയിൻ അതിനെ റെഗുലേറ്റ് ചെയ്തു. ഇപ്പം ഈ പറഞ്ഞ പ്രണയിക്കുന്ന ആൾക്ക് മുമ്പ് ആദ്യ തുടക്കത്തിലൊക്കെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത ആള് ഹാപ്പി ആയിരിക്കും. പിന്നെ ഐസ്ക്രീം മാറി നല്ല ഭക്ഷണമാവും, പിന്നെ മൊബൈൽ ഫോൺ വേണ്ടി വരും, പിന്നെ വാഹനം വേണ്ടി വരും. എന്നാലേ മുമ്പുണ്ടായിരുന്ന അതേ അനുഭവം ഉണ്ടാവുള്ളൂ. അപ്പം മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള മറുപടി. പ്രധാനമായിട്ടും രണ്ടുപേർക്കുമുള്ള ആഗ്രഹങ്ങൾ നേടാനായിട്ട് സപ്പോർട്ട് ചെയ്യുക. സർ ഗുഡ് മോർണിംഗ്. ഓക്കെ സാർ, ഗുഡ് മോർണിംഗ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. സാധാരണ ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഡോപ്പമിന്റെ അളവ് കൂട്ടാനായിട്ടുള്ള ടാബ്ലറ്റ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ ഇതിന്റെ മീനിങ് എന്താ വരുന്നത്? അത് എനിക്ക് മുഴുവനായിട്ട് അതിന്റെ സയൻസ് അറിയില്ല, പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഞാൻ പറഞ്ഞില്ലേ, ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഒരു എക്സൈറ്റിംഗ് ഹോർമോൺ ആണ്. ക്യാൻസർ എന്ന് പറയുന്ന അസുഖം നമ്മുടെ സെല്ല് ഡെഡ് ആവുകയാണ് ചെയ്യുക, അതായത് പ്രവർത്തിക്കുന്നില്ല. അപ്പം അതിനെ എക്സൈറ്റ് ചെയ്യാനായിരിക്കും ഡോപ്പമൈൻ കൊടുക്കുന്നത്. ഡിപ്രഷനുള്ള പേഷ്യൻസിന് സെറോട്ടോണിന്റെ മരുന്നാണ് കൊടുക്കുക എന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം അവർക്ക് വേണ്ടത് എക്സൈറ്റ്മെന്റ് അല്ല, അവർക്ക് വേണ്ടത് ഒരു ശാന്തത എന്ന് പറയുന്നൊരു, ഇപ്പം ഞാൻ അതിന്റെ തന്നെ പറയാം. ഒരു ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളെ അടുത്ത് പോയിട്ട് എണീച്ചു വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ദേഷ്യം കൂടും. അതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ പറയുമ്പം അവർക്ക് ഡോപ്പമൈനാ റിലീസ് ആവുന്നത്, അല്ലെങ്കിൽ അഡ്രിനാലിനായിരിക്കും റിലീസ് ആവുന്നത്. ഇതൊക്കെ എക്സൈറ്റിംഗ് ഹോർമോൺസ്. അവർക്ക് വേണ്ടത് ശാന്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പം ക്യാൻസർ പേഷ്യൻസിന് ഡോപ്പമൈൻ കൊടുക്കാനുള്ള കാരണം ഇതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കത് ഉറപ്പിച്ച് പറയാൻ അറിയില്ല. താങ്ക് യു സർ. സർ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ക്യാപ്ഷൻ കണ്ട് വന്നതാണ്. പ്ലഷറും ഹാപ്പിനെസ്സും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണെങ്കിലും അതിന്റെ ഡിഫറൻസ് അങ്ങനെ അറിയില്ലായിരുന്നു. അപ്പൊ അത് വ്യക്തമായിട്ട് പറഞ്ഞുതരാൻ സാധിച്ച്. അപ്പൊ പിന്നെ വിചാരിക്കാം, നമ്മള് റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അഡിക്ഷൻ ആണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ടാവും, അല്ലെ? അപ്പൊ അവിടെ നമുക്ക് എന്താണ് അഡിക്ഷനാ കിട്ടുന്നത്? ഡോപ്പമൈൻ, പ്ലഷറാണ് കിട്ടുന്നത്. മറിച്ച് നമ്മളൊരു ഹാബിറ്റ് ട്രാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് സെറോട്ടോണിൻ ആയിരിക്കും കിട്ടുക, അല്ലെ? അതെ. അത് ഒന്നുകൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഷഫീദ മാം,
ഈ നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പമിൻ റിലീസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സെറോട്ടോണിന്റെ അളവ് കുറഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പോൾ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തി അയാൾക്ക് ഹാബിറ്റേ ഉണ്ടാവില്ല, ഫുൾ ടൈം മൊബൈലിലായിരിക്കും, അയാൾ എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിരിക്കും. ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഈ ഡോപ്പമിൻ റിലീസ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അതാണ് സ്ട്രെസ് ഹോർമോൺ. അപ്പം ഈ ഡോപ്പമൈൻ റിലീസ് നിന്ന് കഴിഞ്ഞാൽ അവരിൽ കോർട്ടിസോൾ റിലീസ് ആവും. അങ്ങനെ റിലീസ് ആവുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പം അഡിക്ഷൻ പിന്നീട് സ്ട്രെസ് ആയിട്ട് മാറും. അപ്പം ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ഇപ്പം ചെറിയ കുട്ടികൾക്ക് അരമണിക്കൂറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഓക്കെ ആയിരിക്കും. പിന്നീട് അത് 1 മണിക്കൂറാവും, പിന്നെ 2 ആവും, പിന്നീട് അവർക്ക് പറ്റില്ല എന്നുള്ള അവസ്ഥ വരും. അപ്പം അതിന് ഒഴിവാക്കാനായിട്ട് ഇപ്പം മാമിന്റെ ക്ലാസ് സെഷനിലൊക്കെ പറയുന്ന പോലെ തന്നെ ഈ അഡിക്ഷൻ മാറ്റാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഡോപ്പമൈൻ റിലീസിനെ കുറച്ച് സെറോട്ടോണിന്റെ റിലീസിനെ കൂട്ടുക. അപ്പം അതിന് ഏറ്റവും നല്ല മാർഗം ഒരു ഹോബി തുടങ്ങുക, മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ലൈഫിൽ. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഹോബി തുടങ്ങാം, അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം, പാരൻസിന് മക്കളുടെ കൂടെ കുറച്ചും കൂടെ അധികം സമയം സ്പെൻഡ് ചെയ്യാം. അപ്പോഴൊക്കെ സെറോട്ടോണിനെ റിലീസ് ആവുന്നത് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കില്ല, പക്ഷെ നമ്മളെ നോർമലായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അതെ അതെ, നമുക്ക് യോഗയും മെഡിറ്റേഷനും എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഒരു അനുഭൂതിയുടെ. അതെ അനുഭൂതി. അതൊക്കെ അപ്പോഴൊക്കെ ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ഒരു ഇൻഹിബിറ്ററി മെക്കാനിസം. നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ എത്ര ചെയ്താലും നമുക്ക് ഇനിയും വേണം തോന്നില്ലല്ലോ. ഇത് മതി. പക്ഷേ നമ്മൾ ഓക്കെയാണ്, നമുക്കത് പോരാ, അതായത് ഒന്നും കിട്ടിയില്ല എന്നുള്ള തോന്നലുണ്ടാവില്ല, എന്നാൽ ഇനിയും വേണം എന്നുള്ള തോന്നലും ഉണ്ടാവില്ല. പക്ഷെ അത് ലാസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മുഴുവൻ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. അതെ, ഫ്രഷ്നെസ് ഉണ്ടാവും. നമ്മൾ ഇത്രയും ചെയ്തല്ലോ, നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്തല്ലോ എന്നൊക്കെ ഒരു തോന്നല്. അതെ, നമ്മളിപ്പോ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ സിനിമയുടെ ക്ലൈമാക്സ് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ത്രില്ലഡ് ആയിരിക്കും, പക്ഷെ എത്ര സമയം ഉണ്ടാവും നമ്മുടെ മനസ്സിലത്? നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അതങ്ങ് പോവും. അതുമല്ല, ചിലപ്പോ നമുക്ക് അയ്യോ ഇത്ര സമയം പോയല്ലോ, കളഞ്ഞല്ലോ എന്നൊക്കെ ചിലപ്പോ ഇതും കൂടെ വരും അല്ലേ? കുറ്റബോധം വരും അല്ലേ? ആദ്യം സന്തോഷമൊക്കെ തോന്നിയാലും. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ജിഷ മാം, നമ്മള് എക്കോ ഉണ്ട്, നമ്മള് ഈ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഡോപ്പമൈൻ റിലീസായി നമുക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അത് നിലനിൽക്കുന്നില്ല. പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്കിത് റിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് എന്താ കിട്ടിയെന്നുള്ളത്. അതുകൊണ്ടാണ് നമുക്കൊരു റിഗ്രറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടൂറൊക്കെ പോയി വന്നിട്ട് ഭയങ്കര സന്തോഷം, പക്ഷെ വന്നു കഴിയുമ്പോൾ കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു ദുഃഖം അങ്ങനെ ഉണ്ടാവില്ലേ? പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂളിൽ നിന്നൊക്കെ പോയി വന്നിട്ട് ആ ദിവസങ്ങളിലല്ല, ആ സമയത്ത് ഭയങ്കര സന്തോഷം, വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര വിഷമം, കഴിഞ്ഞു പോയത് ഓർത്തിട്ട്. അങ്ങനെയൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇതായിരിക്കും അല്ലേ? ആ എക്സൈറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഉള്ള ആ ഒരു സ്ട്രെസ് ഒക്കെ വരുന്നത്. അതെ, കറക്റ്റ്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ, നല്ലൊരു സയന്റിഫിക് അടിത്തറയോടുകൂടി. ശരിക്കും ഈ ഹാപ്പി ഹോർമോൺസിനെ പറ്റി അറിയുകയും, ശരിക്കും ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് മനസ്സിൽ നിൽക്കുന്ന രീതിയിൽ രണ്ടും തമ്മിലുള്ള ഒരു വേർതിരിവ് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ താങ്ക് യു സർ. താങ്ക് യു. അതെ സർ, വളരെ ചിന്ത ഉണർത്തുന്ന ഒരു ക്ലാസ് ആയിരുന്നു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു. ശരിക്കും 2 ദിവസം മുൻപാണ് ക്ലാസ് കിട്ടുന്നത്. ഞാനൊരു ക്ലാസ് എടുത്തിരുന്നു, അപ്പോഴേക്കും ഇത്രയും വിഷയങ്ങൾ കിട്ടായിരുന്നുണ്ടെങ്കിൽ ക്ലാസ് എടുക്കാമായിരുന്നു. മിസ് ചെയ്തു. 2 ദിവസം മുൻപേ കിട്ടുമായിരുന്നു എന്നുണ്ടെങ്കിൽ വിചാരിച്ചു. ടീച്ചറാണ്, ഈ ഉത്തരം കിട്ടാത്തൊരു സ്ഥിതിയായിരുന്നു. ഈ എങ്ങനെയാണ് കുറച്ച് റേഞ്ച് കുറവുള്ള. കേക്കാവോ സാറ്? ഇപ്പൊ കേക്കാവോ? അപ്പൊ എനിക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ടീനേജ് കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്, +1 +2 അപ്പൊ അവര് ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പൊ അവര് പറയുന്ന അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് എന്നാണ്. പക്ഷെ ഇത് ഡോപ്പമൈനാണ്, പിന്നെ പ്ലഷർ ആണ്, ആ ഒരു സെറോട്ടോണിൻ ഇത് ചെയ്യാനുള്ള ലെവലിലേക്ക് പിന്നെ എത്തണം എന്നൊക്കെ
ഉള്ള ഒരു കുറെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടിയ ഒരു ക്ലാസ് ആയിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ്. താങ്ക് യു സർ ഫോർ ഗിവിംഗ് സോ മച്ച് ഓഫ് വാല്യുബിൾ ഇൻഫർമേഷൻ. താങ്ക് യു മാം. ഇഷ അതിനകത്ത് തന്നെ മാം നമുക്ക് പ്രോഫോണ്ടൽ കോർട്ടെക്സിന്റെ കാര്യം കൂടെ ഓർത്തിരിക്കുക. കാരണം ഇത് വളർച്ചയെത്താൻ എടുക്കുന്ന സമയം, ടീനേജ് കുട്ടികൾക്ക് അത് വളർച്ചയെത്തിയിട്ടില്ല. അപ്പം പല കാര്യങ്ങളും അവർ ചെയ്യുന്നത് അവരുടെ അവർക്ക് അതായത് ലോങ് ടേം ചിന്തിക്കുന്നില്ല. അവര് ഷോർട്ട് ടേം റിസൾട്ടാണ് അവർ ആ സമയത്ത് അവർക്ക് വേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേ കുട്ടികൾ തന്നെ ചിലപ്പം വലുതായി കഴിയുമ്പോൾ നമ്മളിപ്പോ എല്ലാവരും കളിയാക്കിയിട്ട് പറയില്ലേ അമ്മാവൻ സിൻഡ്രോം, അല്ലെങ്കിൽ സത്യത്തിൽ അമ്മാവൻ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫോണ്ടൽ കോർട്ടെക്സ് വളർന്ന് പൂർണ്ണ വളർച്ചയിലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്ന് ഓർത്തിട്ടാണ് ചെയ്യുക. അതിനാണ് മെച്യൂരിറ്റി വരിക എന്ന് പറയുന്നത്. സാർ എവിടെയാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്? ഞാൻ വർക്ക് ചെയ്യുന്നത് ലോസ് ആഞ്ചലസിലാണ്. ഓ ശരി, കാലിഫോർണിയ എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ച കുട്ടികൾക്ക് ഒരു ദിവസം ഒരു ക്ലാസ് കൊടുക്കാൻ സാറ് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചത്. ഇൻഷാ അല്ലാ നാട്ടിൽ വരുമ്പോ നോക്കാം. സർ നാട്ടിലെവിടെയാ? മലപ്പുറം. മലപ്പുറത്ത് തന്നെയാ സ്കൂള്. ഞാൻ വർക്ക് ചെയ്യുന്ന മലപ്പുറത്താണ്, അരിമ്പ്ര എന്ന് പറയും. ഓ അറിയാം. ഓക്കെ. ഇവിടെ പെരിന്തൽമണ്ണയാണ്. ഇഷ മാം മുമ്പ് സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. കേട്ടില്ല. ഇഷ മാമിന്റെ ഒരു ക്ലാസ് മുമ്പ് ഉണ്ടായിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടോ? അതെ ഓർമ്മയുണ്ട്. അല്ല ഇഷ മാം ഏതായിരുന്നു മാം ടോപ്പിക്? ഏതായിരുന്നു അത്? ഇംപ്രൂവിംഗ് yourself, making yourself ട്രെയിനേഴ്സ് effective. ക്ലബിലാണോ? അല്ല മോർണിംഗ് സർക്കിൾ. ഓ മോർണിംഗ് സർക്കിൾ. മാം മോർണിംഗില് സ്ഥിരം വരുന്നുണ്ടായിരുന്നോ ഇഷ മാം? ഇല്ല, ഞാൻ ഐ വാസ് ഡൗൺ വിത്ത് ന്യൂമോണിയ. അത് ഇപ്പോഴും മാറിയിട്ടില്ല. ഒരു 2 months കൂടെ എടുക്കുന്നു ഒന്ന് ക്ലിയർ ആവാന്. ഇൻഫെക്ഷൻ ഒക്കെ മാറി, പക്ഷെ കാണാത്തല്ലേ. ക്ലിയർ ആവാൻ ഞാൻ വരാം ക്ലാസ് എടുക്കാൻ. താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാല്ലേ സജന മാം? അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കൊന്നും പറയാനില്ല. ഓക്കെ. അപ്പം എല്ലാവർക്കും ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ അടുത്ത ദിവസം പുതിയൊരു വിഷയമായിട്ട് വേറെ ഒരാൾ വരുന്നതായിരിക്കും. താങ്ക്സ് അഗൈൻ. ബൈ. Thank you.